ഈ ഡ്രഗ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പോണത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. ഡൊപ്പാമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് നമ്മുടെ തലയിൽ. ഇത് വന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നിങ്ങളൊക്കെ തലയിൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. അത് ഹാപ്പി ആവുക, ഹാപ്പി ആവുമ്പോൾ കിട്ടുന്ന എന്ന് വെച്ചാൽ ഫുൾ ടൈം ഹാപ്പി ആവണം എന്നല്ല. നമ്മൾ മനുഷ്യനാണ്, എല്ലാ ഇമോഷൻസും വരും. സങ്കടം വരുമ്പോൾ കരഞ്ഞോ, പക്ഷെ ഒറ്റ തവണ കരഞ്ഞാൽ മതി. അത് ആലോചിച്ച് വെറുതെ ഇരിക്കല്ലേ, എന്നാൽ പഴയ വിഷമം ആലോചിച്ച് ഒന്നും കൂടി കരഞ്ഞേക്കാമെന്ന്. എന്തിന്? ഞാൻ കഴിഞ്ഞ ദിവസം ഇവരോട് പറയായിരുന്നു. എന്നോടൊരു കുട്ടി ചോദിച്ചു, മാമിന് എപ്പോഴെങ്കിലും ഡിപ്രഷൻ നേരിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ സമയം കിട്ടിയിട്ടില്ല. കുറച്ചേരം കിട്ടുകയാണെങ്കിൽ ഡിപ്രഷൻ എടുത്തൊന്ന് കരയാമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ലൈഫിൽ അത്രയും അധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ മുന്നിൽ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കതിനുള്ള സമയമില്ല. നിങ്ങളുടെ ഏറ്റവും വലിയ രസഗുണം എന്താണെന്നറിയോ? ഈ ഡ്രഗ്സും സാധനങ്ങളൊക്കെ ഇപ്പുറത്തുണ്ടെങ്കിലും AI-ൻ്റെ വളർച്ചയും ഇൻ്റർനെറ്റിൻ്റെ വളർച്ചയൊക്കെ വെച്ചിട്ട് പണ്ടത്തെ പോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കണ്ട, ഇഷ്ടപ്പെട്ടുള്ള പണിയെടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ ഒരുപാടുണ്ട് അല്ലേ? നമ്മൾ ആ സ്പേസ് റൈറ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഈ ഡ്രിങ്ക്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ എനിക്ക് തോന്നിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ എന്നോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ ലൈഫിൽ അതിനേക്കാൾ കൂടുതൽ ഹാപ്പിനെസ് തരണ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ ഇപ്പം ചെയ്യുന്ന ഈ പണിയില്ലേ, എന്ത് ഇഷ്ടമുള്ള പണിയാന്ന് പറയും. എനിക്ക് എഴുതുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവും ലൈഫിൽ. either do what you love, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചെയ്യുക, ഓക്കെ? അല്ലെങ്കിൽ ലവ് വാട്ട് യു ഡു. നിങ്ങൾക്ക് ഇതിൽ ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടോ? ബിസിനസ് ചെയ്യണവരുണ്ടോ? താല്പര്യമുള്ളവരുണ്ടോ? കയ്യാണ്ട് പൊക്ക്, ഒന്ന് ശരിക്കണ്ട് പൊങ്ങട്ടെ. അടുത്ത മില്യനേഴ്സ് ആയിരിക്കണതൊക്കെ. ലിസൺ, ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ, സെറ്റ് യുവർ ഗോൾ ക്ലിയർ കട്ട്. പണ്ടത്തെ ചെയ്ത ബിസിനസ്സുകൾ പോലെ ഒരു ബിസിനസ് ചെയ്ത് 30 വർഷം എടുത്ത് സക്സസ്ഫുൾ ആക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഇപ്പോൾ അത്രയധികം നമ്മളുടെ ചുറ്റുമുള്ള വഴികൾ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ക്ലിയർ കട്ട് ഗോൾ ഉണ്ടെങ്കിൽ, ഫെയിലിയർ നേരിടാനുള്ള ശക്തി ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഇറ്റ്. ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ജോലി മാത്രം ചെയ്യല്ല കേട്ടോ. ഞാൻ കുറേ ഇഷ്ടമില്ലാത്ത പണി കഷ്ടപ്പെട്ട് ചെയ്യണ ഒരാളാണ്. കാരണം ഈ അക്കൗണ്ട്സൊക്കെ നമ്മുടെ മുന്നിൽ കണ്ട് വരും. നോക്ക് മാഡം എന്ന് പറയുമ്പോഴേ അങ്ങനെ നമ്മൾ നോക്കും, ഒരു പിടുത്തവും കിട്ടൂല. അപ്പം നമ്മൾ പണ്ട് BCom പഠിക്കാമായിരുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മുടെ മുന്നിൽ തെഫ്റ്റ് ഉണ്ടാവും, നമ്മുടെ മുന്നിൽ പല സാധനങ്ങളും കാണും. പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ചിരി മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സ്ട്രെസ് ഉണ്ട്. പക്ഷെ അത് മാനേജ് ചെയ്യാൻ പഠിക്കലാണ് ലൈഫ്. എന്തുണ്ടാണെങ്കിലും അത് മാനേജ് ചെയ്യാൻ പഠിക്കലാണ് ലൈഫ്.